പല രീതിയിൽ ലൈംഗിക വൈകൃതമുള്ള മനുഷ്യരുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുന്നവർ, അത് ധരിച്ച് നടക്കുന്നവർ. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക ഇങ്ങനെയുള്ളവരെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണേണ്ടി വന്നു. സ്വന്തം ഭർത്താവ് അസാധാരണ സ്വഭാവ വൈകൃതമുള്ള വ്യക്തിയെന്നറിഞ്ഞതോടെ അവൾ ഭയന്നുപോയി. വിഭജികയുടെ മരണശേഷമാണ് ഭർത്താവ് നിതീഷിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ചില ചിത്രങ്ങളും പുറത്തു വന്നത്. അതിനിടെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ 1.5 വയസ്സുകാരിയായ മകളുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലെ തീരുമാനം. മകൾ വിഭജിക, ചെറുമകൾ വൈഭവി എന്നിവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി കൊല്ലം കേരളപുരം സ്വദേശി ശൈലജ UAE-ലെത്തിയിരുന്നു. ഇതിനായി അവർ കോടതിയെയും സമീപിച്ചു. എന്നാൽ UAE നിയമപ്രകാരം കുട്ടിയുടെ പിതാവിനാണ് മൃതദേഹം വിട്ടുകൊടുക്കേണ്ടത്. അതിനാൽ കോടതി ഉത്തരവ് പിതാവ് നിതീഷിന് അനുകൂലമായി. തുടർന്ന് ശൈലജയുടെ പരാതി പ്രകാരം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് ചൊവ്വാഴ്ച വൈഭവിയുടെ സംസ്കാരം നടത്തുന്നത് തടഞ്ഞിരുന്നു. ശൈലജ, മകൻ വിനോദ് എന്നിവരുമായും നിതീഷിന്റെ കുടുംബവുമായും കോൺസുലേറ്റ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് പുതിയ ധാരണ. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനുമാണ് തീരുമാനം. മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വിഭജികയുടെ കുടുംബം കേരള ഹൈക്കോടതിയിലും ഹർജി നൽകിയിരുന്നു. എന്നാൽ ഭർത്താവിന്റെ ഭാഗം കേൾക്കാതെ വിഷയത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും വിഭജികയുടെ കുടുംബത്തിൻ്റേത് ആരോപണങ്ങളാണെന്നും കോടതി നിരീക്ഷിച്ചു. ഭർത്താവ് കുറ്റകൃത്യം ചെയ്തെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അവകാശമില്ലെന്ന് പറയാനാകുമോ എന്നും ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഭർത്താവിനല്ലേ നിയമപരമായ അവകാശമെന്നും കോടതി ചോദിച്ചു. ഭർത്താവിന്റെയും എംബസിയുടെയും നിലപാടറിയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. കൊല്ലം സ്വദേശിനിയായ വിഭജിക, മകൾ വൈഭവി എന്നിവരെ ജൂലൈ 11-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MBA ബിരുദധാരിയായ വിഭജിക ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജരായി ജോലി ചെയ്തു വരികയായിരുന്നു. ദുബായിലെ മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറാണ് നിതീഷ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും അകന്നു കഴിയവെയാണ് വിഭജികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവിന്റെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ മനംനൊന്താണ് 1.5 വയസ്സുകാരിയായ മകളെ കൊന്ന് വിഭജിക ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. അതിനിടെ നിതീഷ് ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചും ചുണ്ടിൽ ചായം തേച്ചുമുള്ള നിതീഷിന്റെ ചിത്രങ്ങൾ വിഭജികയുടെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വിഭജികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന് പറഞ്ഞാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. നിതീഷിന്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിലും വിഭജിക പരാമർശിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ത്രീയുമായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നതായും ആരോപണമുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവരുന്ന മാനസിക വൈകൃതം നിതീഷിനുണ്ടായിരുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും വിഭജികയുടെ സുഹൃത്തുക്കൾ നടത്തുന്നു. ശൈലജയുടെ പരാതിയിൽ നിതീഷ് മോഹൻ, ഇയാളുടെ സഹോദരി നീതു, ഭർത്താവ് മോഹനൻ എന്നിവർക്കെതിരെ കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക്, News 18.